കൺഗ്രാറ്റ്സ് മിസ്റ്റർ വേണു. യു ആർ റിയലി ലക്കി. സുലു മിടുക്കിയാണ്. വേണുവിന്റെ ഭാഗ്യമാണ് അവളെ ഭാര്യയായി കിട്ടിയത്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ക്യാഷ് കൗണ്ടിൽ ഇരിക്കുമ്പോൾ കറൻസി നോട്ടുകളെ എണ്ണം തെറ്റിയെന്ന് വരും. അത് വെറും ഒരു പിശക് മാത്രമാണ്. ഇന്നിവിടെ വേണു ആരംഭിക്കുന്നത് ജീവിതത്തിന്റെ കണക്കുകൂട്ടലാണ്. ഇവിടുത്തെ കറൻസി നമ്മുടെ സുഖവും ദുഃഖവുമാണ്. തെറ്റുപറ്റിയാൽ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെയായിരിക്കും. ഐ മീൻ യു മസ്റ്റ് ബി മോർ വിജിലന്റ്. ഓൾ ദി ബെസ്റ്റ്. നമുക്കൊരു ഫോട്ടോ എടുക്കാം. വരൂ വരൂ. അല്പം മുന്നിൽ അല്പം മുന്നിൽ മാതൃക്ക് അയ്യോ, ഈ വേണുവേട്ടനിപ്പം ചെറിയ പയ്യന്റെ മാതിരി, ആ ഗോപുവിനെ പോലെ അല്ലേ സിന്ധു? എന്താ സിന്ധു, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ? എനിക്ക് മതി. എന്നും ഇതിൽ കൂടുതൽ കഴിക്കാറില്ലേ? ഇന്നെന്ത് പറ്റി? ഓ, ചേച്ചി മറന്നുപോയി. വാ എന്റെ മോള് വാ. സോറി, ഞാൻ വാരിത്തരാം. നാണിച്ചിരിക്കുകയാണല്ലേ? എനിക്ക് ഫസ്റ്റ് ഡേറ്റിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ആപ്പാടെ ഉള്ളത് സിനിമ കണ്ടുള്ള പരിചയമാണ്. അത് പിന്നെ വെറും അഭിനയല്ലേ. സുലുവിന് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ല, ഈ ഫസ്റ്റ് ഡേറ്റിനെ കുറിച്ച്. എന്താ വേണോട്ടാ, എനിക്ക് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും? അതോർത്തില്ല. എങ്ങനാ തുടങ്ങണ്ടെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എന്നാ വല്ല പുസ്തകം മേടിച്ച് വായിക്കാന്ന് വിചാരിച്ചതാ. എന്ത് പുസ്തകം? കാമശാസ്ത്രമോ ലൈംഗിക വിജ്ഞാന കോഴ്സോ അങ്ങനെ എന്തെങ്കിലും. പിന്നെന്താ വായിക്കാന്? വല്ല കടയിലും പോയി ചോദിക്കാൻ പറ്റുമോ? അവരെല്ലാം വിചാരിക്കില്ലേ? എന്നാ വല്ല പിള്ളേരെ വിട്ട് വായിപ്പിക്കാന്ന് വെച്ചാൽ അവന്മാരിത് വായിക്കുകയും ചെയ്യും, നാടുകളിൽ നടന്ന് പറഞ്ഞ് പാട്ടാക്കുകയും ചെയ്യും. അത് ശരിയാ, ആളുകൾ അറിഞ്ഞ മോശമല്ലേ? ഇതൊക്കെ ആണെങ്കിലും ഞാനൊരു സാധനം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ അത്? എന്ത് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചാണെന്നറിയോ? കണ്ട പാടെ ഇങ്ങെടുത്തോളം പറഞ്ഞു പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചുകൊണ്ട് വെച്ചിരിക്കുക. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിലുണ്ടാവും. പൊതിയെന്ന് വെച്ചാൽ നോക്കട്ടെ. ഇല്ലേ, നോക്കട്ടെ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? അതൊന്നും ചോദിക്കരുത്. സാധനം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇനി ഒരു പുസ്തകം സംഘടിപ്പിക്കാനുണ്ട്. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞാലും മതി. എന്ത് പുസ്തകം? പ്രസവാനന്തര ശുശ്രൂഷ അഥവാ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റിനെ പറ്റി വിവരമില്ലാത്ത ആളാ പ്രസവ ശുശ്രൂഷ നടത്താൻ പോകുന്നത്. അതെ, നമുക്കൊന്ന് വായിക്കണ്ടേ? ഇതിനുള്ള തുടങ്ങാൻ.
ആഹാ. ഉറങ്ങിയില്ലേ? ചേച്ചി വരാതെ ആ നീങ്ങ മാറിക്കിടക്കണ്ടേ. എന്താ വേണോട്ടെ? എന്റെ കയ്യപ്പ പൊള്ളിയാനെ. വേണ്ട, ഒന്ന് പോവേണ്ട. വേണ്ടതല്ലേ പറഞ്ഞു. ഒന്ന് പോവേണ്ടട്ടാ. പോയേ, ഒന്ന് വേണ്ടല്ലേ, ഒന്ന് പോ. കാപ്പി. ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ഇന്ന് ഞാനും മറ്റേ മുറി വന്ന് കിടക്കാൻ പോവാ. അയ്യോ വേണ്ട, അത് വേണോട്ടന്റെ മുറിയല്ലേ. നീ കാപ്പി കുടിക്ക്. എന്നാ കാപ്പി. എന്താ വേണോട്ടാ? സിന്ധു എങ്ങാനും. ആ, അവൾ എന്താ പറഞ്ഞെന്നറിയാവോ? എന്താ? അവള് എന്നീ മുറി കിടക്കാൻ പോവാണെന്ന്. അതിനെന്താ, കിടന്നോട്ടെ. ഈ വേണുവാട്ടിന് യാതൊരു ബോധവും ഇല്ല. നമ്മളൊരുമിച്ച് കിടക്കുന്ന മുറിയിലാണ് അവളെ കിടത്തുന്നത്. ഓ, അത് നേരാ. അവൾ അപ്പുറത്ത് തന്നെ കിടന്നാ മതി. ഈ ടെൻഷൻ ഇടയിലേ ഞാനത് ഓർത്തില്ല. ടെൻഷൻ? എന്ത് ടെൻഷൻ? ഇന്നലെ മുതല് ഇന്നലെ എത്തിയല്ലേ? അതെ. വേണുഗോപാലിന്റെ പെങ്ങളാണോ? ചേട്ടനെ അറിയുമോ? പിന്നെ ഒരുപാട് നാളായില്ലേ അവരുടെ താമസമായിട്ട്. ഞാൻ ചേട്ടന്റെ ഭാര്യയുടെ അനീത്തിയ. അത് ശരി. പേരെന്താ? സിന്ധു. എന്റെ പേര് ജയ. സിന്ധു പഠിക്കുന്നുണ്ടോ? ഉവ്വ്, SSLC എഴുതിയിരിക്കുക. ജയിച്ചാ കോളേജിൽ പോകായിരിക്കും അല്ലേ? കോളേജിൽ വിടുമെന്നാ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ജയ കോളേജിലാണോ? കോളേജിലാ, പക്ഷേ ഒരു കുഴപ്പം. എന്റെ കോളേജിന് ഇരട്ടപ്പേരാ. ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറയും. അപ്പോ തോറ്റുപോയല്ലേ? ആ, 1-2 തവണ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. അതാരാ? എന്റെ ട്യൂട്ടോറിയലിലെ ഒരു മാഷ. മാഷ് എന്തിനാ ഇവിടെ വന്നേ? സിന്ധുവിന് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു. സിന്ധു നന്നായിട്ട് പഠിക്കുമെന്ന് വേണേട്ടൻ എങ്ങനെ അറിയാം? സുലുവിന്റെ അല്ലേ അനിയത്തി, പിന്നെ മിടിക്കാണ്ടിരിക്കോ? അടിക്കല്ലേ കേട്ടാ. ആ, അവളെ കോളേജ് ചേർക്കണ്ടേ? പിന്നെ എന്റെ ആകെയുള്ള ഒരാശ. വാ ഇരിക്ക. ബാക്കി ഞാൻ പറയട്ടെ. സിന്ധുവിനെ പഠിപ്പിച്ച് വലിയൊരു ഉദ്യോഗസ്ഥയാക്ക, എന്നിട്ട് എന്നെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക. കളിയാക്കല്ലേ വേണോ? എന്താ സുലു, ഞാനത് കേൾക്കാൻ തുടങ്ങിട്ട് വർഷം 2-3 പക്ഷെ ഒരു സത്യം പറയാം കേട്ടോ, ഇത്രയും സ്നേഹമുള്ള ഒരു ചേച്ചിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.